മക്കളെ, നിങ്ങൾ ഏത് കുടുംബത്തിലാണെങ്കിലും, നിങ്ങൾ ഏത് തറവാട്ടിലെ വാപ്പാന്റെ മക്കളാണെങ്കിലും, നിങ്ങൾ ഏത് ഉമ്മാന്റെ മക്കളാണെങ്കിലും, ഉമ്മ കറുത്തതാവട്ടെ വെളുത്തതാവട്ടെ, വാപ്പ വെളുത്തതാവട്ടെ കറുത്തതാവട്ടെ, വാപ്പ പണക്കാരനാവട്ടെ ദരിദ്രനാവട്ടെ, ഉമ്മ ശരീരമുള്ളവളാവട്ടെ ഇല്ലാത്തവരാവട്ടെ, തീർച്ചയായും മനുഷ്യൻ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും അവർക്കൊക്കെ ഒരു വാപ്പയേയുള്ളൂ, അവർക്കൊക്കെ ഒരു ഉമ്മയേയുള്ളൂ. കറുത്തവനെ ചൂണ്ടി രണ്ട് വാപ്പാക്കുണ്ടായവൻ എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല. വെളുത്തവനെ നോക്കി രണ്ടുമ്മാക്കുണ്ടായവൾ എന്ന് നിങ്ങൾ പറയാറില്ലെങ്കിൽ, കറുത്തവൻ വെളുത്തവൻ മൂക്ക് പതിഞ്ഞവൻ നീണ്ടവൻ കുറുകിയവൻ പണക്കാരൻ ദരിദ്രൻ ആരായാലും ശരി, തീർച്ചയായും നിങ്ങളെല്ലാം ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മക്കൾ തന്നെയാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും ഉന്നതരാകുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാ? താൻ ജനിപ്പിച്ച അല്ലെങ്കിൽ ജീവിച്ച കുടുംബങ്ങളോട് ഏറ്റവും മര്യാദയോടുകൂടി പെരുമാറുന്നവൻ, ആ റബ്ബിനെ ഭയപ്പെടുന്നവൻ, റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ പവിത്രതയോടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നവർ. ആ മക്കളാവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നത്. എൻ്റെ റബ്ബ് എനിക്ക് തന്ന നിധികളാണ് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ റബ്ബ് എനിക്ക് തന്ന സ്വപ്നങ്ങളാണ് എൻ്റെ മാതാപിതാക്കൾ. എൻ്റെ ജീവൻ ഇന്ന് അല്ലാഹു തആല എനിക്ക് നിലനിർത്തി തരുന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവിൻ്റെ ഉദരങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് ഉമ്മാന്റെ അധരങ്ങളിലൂടെ ഉമ്മാന്റെ മുലപ്പാലുകളിലൂടെ എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും എൻ്റെ രക്തം നിർമ്മിക്കപ്പെട്ടത് എൻ്റെ വാപ്പാന്റെ വേർപ്പ് തുള്ളികളെ കൊണ്ടാണെങ്കിൽ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവരല്ല, മറ്റുള്ളവർക്ക് വേണ്ടി വാപ്പമ്മമാരെ സങ്കടപ്പെടുത്തുന്നവരല്ല, കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരല്ല. ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ അള്ളാഹു നൽകുന്ന ബന്ധങ്ങളെ അതിൻ്റെ പവിത്രതയോടുകൂടി കൊണ്ട് നടക്കുന്നവരെയാണ്. ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുമ്പം ഒന്നാലോചിച്ചു നോക്കൂ, ഇന്ന് ലോകത്ത് നിരവധി മനുഷ്യർ ഏറെ സങ്കടപ്പെടുന്ന ഒരു മേഖല മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള വിഷയത്തിലാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ജില്ലയിൽ പേരുകേട്ടൊരു നാട്ടിൽ വല്ലാത്തൊരു സംഭവമുണ്ടായി. നിങ്ങൾ എത്ര പേര് അതറിഞ്ഞിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഒരു വാപ്പ മക്കളെ പഠിപ്പിച്ചു, വാപ്പാന്റെ സമ്പത്ത് മുഴുവനും ഉപയോഗിച്ചു. നല്ല ധനാഢ്യനായ വാപ്പ മക്കൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം കൊടുത്തു. 4 മക്കളിൽ 3 ആണും 1 പെണ്ണും. വാർദ്ധക്യ കാലഘട്ടത്തിലെത്തുമ്പോഴേക്കും ആ വാപ്പയും ഉമ്മയും അവശരായുമ്പോ മക്കൾ വിദേശത്താ, നോക്കാൻ ആളില്ലാതെ ആ വീട്ടിലുള്ള പൂച്ച കുഞ്ഞുങ്ങളോട് സംസാരിച്ച് പരസ്പരം ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനാവാതെ വികാരത്തിന്റെ അതല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയ സങ്കടത്തിൽ അവർ ജീവിക്കുമ്പോൾ കുടുംബക്കാരും ബന്ധുക്കളും ഇടപെട്ടിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഒരു മക്കള് നാട്ടിൽ ഉമ്മനെയും വാപ്പനെയും നോക്കാൻ വരണം, ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയെങ്കിലും വരണം. അവസാനം മനസ്സില്ല മനസ്സോടുകൂടി 2ാമത്തെ മകന്റെ ഭാര്യ സ്റ്റേറ്റ്സിൽ നിന്നും ബാപ്പനെയും ഉമ്മനെയും നോക്കാൻ നാട്ടിലേക്ക് വന്നു. പക്ഷെ എന്തോ കുറ്റപ്പെടുത്തലാണോ അതല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലാണോ വാക്കുകളെ കൊണ്ടുള്ള മുറിവാണോ, പിന്നീട് അധികകാലം ആ ഉമ്മാക്ക് അവിടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറാത്തതിൻ്റെ പേരിലോ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആ ഉമ്മ മരണപ്പെട്ടു. പിന്നീട് വാപ്പ ഒറ്റക്കായി, വാപ്പയെ നോക്കാൻ ആളില്ലാതായി. കോടികൾ കയ്യിലുള്ള വാപ്പ പിന്നീട് മാസങ്ങൾക്കുള്ളിൽ ജീവിതം ഒരു തുണ്ട് കയറിൽ അവസാനിപ്പിച്ചു. വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും ആ മക്കൾക്ക് നാട്ടിലേക്ക് വരാൻ തോന്നിയിട്ടില്ല. പള്ളിക്കമ്മിറ്റിക്കാരൻ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് ഭാരിച്ചൊരു സംഖ്യ അയച്ചു കൊടുത്ത് ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട എന്ന് പറയുമ്പം പള്ളിയിൽ ഇമാമ നിൽക്കുന്ന മൗലവിയെ കൊണ്ട് ഇമാമ നിൽപ്പിക്കേണ്ടി വന്ന ഇന്നും വിട്ടുമാറാത്ത വേദനയുടെ സങ്കടം ഒരു കുടുംബത്തിനൊന്നാകെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ, നമ്മൾ എത്ര മാനമുട്ട പറന്നാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അടയാളങ്ങൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ട്. അതെന്റെ രക്തമാണെങ്കിൽ, അതെന്റെ ജീവനാണെങ്കിൽ, അതെന്റെ പൊക്കിൾ കൊടിയാണെങ്കിൽ, ലോകത്തെവിടെ ചെന്നാലും മുറിച്ചു മാറ്റാനും അറുത്തു മാറ്റാനും പറ്റാത്ത അടയാളങ്ങൾ സ്വന്തം ജീവിതത്തിലേക്കും ശരീരത്തിലേക്കും ബാക്കി തന്ന
ആ മാതാപിതാക്കളോട്, സഹയാത്രികരോട് ഹൃദയം തുറന്ന് നെഞ്ചോട് ചേർക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് കയറി വന്നു. അദ്ദേഹം ഖുതുബയ്ക്ക് ശേഷം കയറി വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞൊരു സങ്കടം, എനിക്കെൻ്റെ ഉമ്മയെ മറക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. എനിക്ക് കിട്ടാവുന്ന ജോലിക്കനുസരിച്ച് രാവും പകലും ഞാൻ ഓടി എൻ്റെ ഉമ്മയെ നോക്കിയിട്ടുണ്ട്. ഉമ്മാക്കൊരു ചെറിയ സൂക്കേട് വന്നു. ആ വേദന സഹിക്കാനാവാതെ ഉമ്മ സങ്കടപ്പെടുന്നത് കണ്ടപ്പോ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരാശുപത്രിയിൽ ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ട് ചാക്കി. ആ ഉമ്മാക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തു. മരണത്തിന്റെ തൊട്ട് തലേന്ന് പോലും വേദന സഹിക്കാനാവാതെ എൻ്റെ ഉമ്മ കൈ പിടിച്ചമർത്തി ഞെരിക്കുമ്പോ ഇപ്പോഴും എനിക്കുള്ള സങ്കടം, ആ വേദന ഒന്ന് കുറയ്ക്കാൻ പോലും എൻ്റെ പണത്തിന് പറ്റിയിട്ടില്ലല്ലോ, എൻ്റെ അധ്വാനത്തിന് പറ്റാതായി പോയല്ലോ എന്ന സങ്കടം കൊണ്ട് എനിക്കുറക്കം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മക്കളും നമ്മളെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവനാണ് നമ്മളെ മാതാപിതാക്കൾ. അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയതും. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫാ. നീ അവരോട് ഏറ്റവും മാന്യമായി സംസാരിക്കണം, ഏറ്റവും നല്ല രീതിയിൽ നീ അവരോർക്ക് ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം. പക്ഷേ ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും വേണ്ടാത്തൊരു കാലഘട്ടം. വെറുപ്പാണ് പല മക്കൾക്കും രക്ഷിതാക്കളോട്, അറപ്പാണ് പല മക്കൾക്കും രക്ഷിതാക്കളോട്. ഒരു കാലത്ത് അപ്പിയിട്ടിരുന്ന സ്വന്തം പൈതലിനെ ഒരു മടിയും കൂടാതെ ദിവസം 4ഉം 5ഉം തവണ കൈകൊണ്ട് വാരിക്കളഞ്ഞ് അറപ്പും വെറുപ്പും മണക്കലുകളും ഇല്ലാതെ മക്കൾക്ക് തിന്നാൻ കൊടുത്ത് പോറ്റി വലുതാക്കിയ മാതാവിന്റെ വായ്ഗന്ധം ഒരു മക്കൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഉമ്മാന്റെ വാപ്പാന്റെ വേർപ്പിന്റെ ഗന്ധം മക്കൾക്ക് അലോസരങ്ങളാ, വെറുപ്പ, അറപ്പ. ഒരുപാട് കുടുംബങ്ങളിൽ ഇപ്പോഴും നമ്മളിൽ പലരും ആ രക്ഷിതാക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നമ്മളുടെ ജീവിതത്തിൽ ലോകത്തേറ്റവും മനോഹരമായി നമ്മൾ ആസ്വദിച്ചിരുന്നത് അതേ ഉമ്മാന്റെ മുഖം തന്നെയായിരുന്നു. ചെറുപ്പ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭംഗി ഈ ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഒന്നിനുമല്ല, ഉമ്മാന്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയായിരുന്നു. ആരുടെയൊക്കെയോ കൈകളിൽ കൊടുത്ത് ഭക്ഷണ ഹാളിൽ നിന്നും കല്യാണപ്പുരയിൽ കൈ കഴുകാൻ പോയി തിരിച്ചു വരുന്ന ഉമ്മയെ കാത്തിരിക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ മുഖം കാണുമ്പോൾ മറ്റുള്ളവന്റെ ഒക്കത്ത് നിന്ന് ഉമ്മാന്റെ മേലേക്ക് ചാടുന്ന അനിയനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ പൈതലിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെയായിരുന്നു ഒരു കാലത്ത് നമ്മളും ഏറെ മനോഹരമായി നമ്മൾ നോക്കി നിന്നത് ഉമ്മാന്റെ മുഖത്തേക്കായിരുന്നു, ഉമ്മാന്റെ ചിരിക്കായിരുന്നു, ഉമ്മാന്റെ പാട്ടിനായിരുന്നു. ലോകം ആസ്വദിക്കുന്നത് ഇന്ന് വെസ്റ്റേൺ മ്യൂസിക്കുകളാണെങ്കിൽ പോലും ഒരു കാലത്ത് നമ്മൾ ആസ്വദിച്ചത് ആ ഉമ്മാന്റെ താരാട്ട് പാട്ടുകളായിരുന്നു. ചെവിയിൽ തിരുകുന്ന എയർഫോൺ മാറ്റി ഉമ്മാന്റെ വിളിക്കുത്തരം കൊടുക്കാൻ പറ്റാത്ത മക്കളോട് ചെവിയിൽ തിരുകുന്ന എയർഫോണിന്റെ പേരിൽ വാപ്പനെ പോലും പരിഗണിക്കാതെ വീട്ടിന്റെ സിറ്റ് ഔട്ടിലും വീട്ടിന്റെ ഡൈനിങ് ഹാളിലും മേശകളിൽ കയറി കാലും കാലും വെച്ചിരിക്കുന്ന മക്കളോട് ഒരു കാലത്ത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു വാപ്പാന്റെ സൗണ്ട്, ഒരു കാലത്ത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു ഉമ്മാന്റെ ശബ്ദം. ഉറക്കം വരാത്ത രാവുകളിൽ മാറിലേക്ക് മകനെ ചേർത്ത് പിടിച്ച് താരാട്ട് പാടി ഉറക്കിയ ഒരു ഉമ്മാന്റെ മധുരത്തോളമുള്ള ആ വാക്കുകൾക്ക് ഈ ലോകത്ത് മറ്റൊന്നിനും പകരം വെക്കാനില്ലായിരുന്നു. ഉറങ്ങാത്ത മകനെ പിടിച്ചെടുത്ത് സ്വന്തം മാറിലേക്ക് ചെരിച്ചു കടത്തി ഒരു വാപ്പ വയറ്റത്ത് കിടത്തി ഉറക്കിയ ചരിത്രം ഈ ഇരിക്കുന്ന ഓരോ മക്കൾക്കുമുണ്ടെങ്കിൽ മക്കളെ, ആ തിരിച്ചറിവാണ് ഏത് വിദ്യാഭ്യാസത്തിന്റെ മേലെയും നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ അറിവ്. ആ അറിവാണ് ഇന്ന് കുടുംബത്തിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇപ്പോഴും നമ്മളുടെ ധൈര്യം നമ്മളെ മാതാപിതാക്കൾ തന്നെയാണ്. അവരില്ലാതായി പോണം. ഞാനും നിങ്ങളും എത്ര ബലഹീനരായിരുന്നു എന്നറിയാൻ വേണ്ടി ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വാപ്പയെ കണ്ടു, വല്യുപ്പയെ കണ്ടു. ആ വല്യുപ്പക്കൊരു മകൻ വിദേശത്ത് വെച്ച് അപകടത്തിൽ മരിക്കുകയാണ്. ആ മകൻ അന്ന് ബാക്കിയുള്ളത് 2 ആൺകുട്ടികളാണ്. മൂത്തവൻ 7ാം ക്ലാസ്സിലും രണ്ടാമത്തവൻ 3ാം ക്ലാസ്സിലും. 2 ആൺമക്കളുള്ള ആ കുട്ടികളുടെ പിതാവ് ഖത്തർ എന്ന രാജ്യത്ത് വെച്ചൊരു അപകടത്തിൽ മരിച്ചു. ആ വാപ്പാന്റെ മയ്യത്ത് പോലും ആ മക്കൾ കണ്ടിട്ടില്ല. അവസാനം ആ ദിവസം വരെ ആ മക്കളുടെ ജീവിതം കണ്ട് നമ്മളൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ്
ആ വല്യപ്പാനെ നമ്മൾ കണ്ടു. കയ്യിലൊരു തോർത്തുമുണ്ടിൽ കണ്ണുനീരും തുടച്ച് ബസ്സിൽ നിന്നിറങ്ങി നടന്നു പോകുന്ന ആ വല്യപ്പാന്റെ അരികിലേക്ക് ചെന്ന് നമ്മൾ ചോദിച്ചു, എവിടുന്നാ വരുന്നത് കാക്ക? അദ്ദേഹം ഒരല്പം സങ്കടം കൊണ്ട് വീർപ്പുമുട്ടിയിട്ട് പറഞ്ഞു, ഞാൻ യത്തീംഖാനയിൽ വരിക. നമ്മൾ ചോദിച്ചു, ആരെ യത്തീംഖാനയിലാക്കാൻ? എൻ്റെ മോൻ്റെ മക്കളെ, എൻ്റെ മരിച്ചോയോൻ്റെ മക്കളെ. 2 ആൺകുട്ടികളല്ലേ, പഠിപ്പിക്കണ്ടേ, തിന്നാൻ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ആ 2 മക്കളെയും യത്തീംഖാനയിലാക്കി. എന്നിട്ട് ആ വാപ്പ വല്യുപ്പ നെഞ്ചുപൊട്ടി കരയാൻ തുടങ്ങി. ഒരു വാപ്പാന്റെ കരച്ചിൽ എത്രമാത്രമുണ്ടെന്ന് അന്ന് നമ്മൾക്കറിയാൻ സാധിച്ചു. തൻ്റെ കയ്യിലുള്ള തോർത്തുമുണ്ടിൽ കണ്ണുനീര് തുടച്ച് പൊട്ടി പൊട്ടിക്കരയുന്ന വാപ്പനോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾക്കങ്ങനെ ബേജാറാണെങ്കിൽ യത്തീംഖാനയിലേക്ക് ആക്കണ്ടായിരുന്നല്ലോ എന്ന്. ആ വല്യപ്പ തിരിച്ചു പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ മക്കളെ അവിടെ ചേർത്ത് തിരിച്ചു പോരുമ്പോൾ 2 പേരും കരഞ്ഞിട്ടില്ല, 2 പേരും ഒരു മുടക്കവും പറഞ്ഞിട്ടില്ല. കാരണം ആ മക്കളെ വാപ്പ മരിച്ചത് ആ മക്കൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ തിരിച്ചിറങ്ങിപ്പോരുമ്പോൾ യത്തീംഖാനയുടെ 2ാമത്തെ നിലയിൽ ആ വരാന്തയിൽ എന്നെ നോക്കി നിൽക്കുന്ന മക്കളെ കണ്ടപ്പോൾ എനിക്കെൻ്റെ മകനെ ഓർമ്മ വന്നു. ഇതും പറഞ്ഞ ആ വാപ്പ തിരിച്ചു നടക്കാൻ തുടങ്ങി. 2 അടി നടന്ന ആ പിതാവ് വല്യപ്പ തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്നോടൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്നോടൊരു വസിയത്തുണ്ട്. ഈ പ്രസംഗിക്കാൻ പോകുന്നിടത്തുനിന്നൊക്കെ നിന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ നിന്റെ ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ ആയുസ്സിനും വേണ്ടി ഇനി ദ്വാരക്കണം. കാരണം ആ 2 മക്കൾക്ക് ഇനി വാപ്പാന്ന് വിളിക്കാൻ ഞാനേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പം വാപ്പ അവിടെ ഇല്ലെങ്കിൽ, ഒരു വാപ്പാന്റെ അധ്വാനത്തിന്റെ വേർപ്പ് തുള്ളികളുടെ സംരക്ഷണം നമ്മൾക്കില്ലെങ്കിൽ അതോടെ തീരും ഈ ദുനിയാവിലുള്ള നമ്മളുടെ അഡ്രസ്സ്. ആവശ്യങ്ങൾ നിരത്തുമ്പം പരാതികൾ പറയാതെ ഇപ്പോഴും ഈ കുത്തിച്ചൊരിയുന്ന മഴയത്ത് ഏതോ പറമ്പിൽ ഏതോ വാഹനത്തിന്റെ ഉള്ളിൽ ആ വാപ്പ വെപ്രാളപ്പെടുന്നുണ്ട്, കയ്യും കാലും ചലിപ്പിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നുണ്ട്. അങ്ങ് മരുഭൂമിയിൽ അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് ഓരോരുത്തന്റെ കൈക്ക് നേരെ, മനസ്സിന്റെ നേരെ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലുകൾ വെള്ളമാക്കി സങ്കടപ്പെട്ട് ഓരോ മാതാക്കളും പിതാക്കളും ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാ, മക്കൾക്ക് വേണ്ടിയാ, ആ തിരിച്ചറിവിന് വേണ്ടിയാ. ഏറ്റവും മനോഹരം നമ്മളെ മാതാക്കളുടെ പുഞ്ചിരികളാ. ലോകത്തേറ്റവും മനോഹരം എവിടെയാണെന്നറിയോ? അത് ഏതെങ്കിലും സ്വിറ്റ്സർലാൻഡിലല്ല, ഏതെങ്കിലും മലന്റെ മുകളിലല്ല, ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ശാലകളിലോ അല്ല. ഏറ്റവും മനോഹരമായത് ഉമ്മാന്റെ മുഖത്താ, ഉപ്പയുടെ മുഖത്താ. മക്കള് കാരണം, മക്കളുടെ നല്ല സ്വഭാവം കാരണം ഒരുമ്മയും വാപ്പയും പുഞ്ചിരിക്കുന്ന മനോഹാരിത ലോകത്തൊരു പ്രകൃതിക്കും നൽകാൻ സാധിച്ചിട്ടില്ല, ലോകത്തൊരു രാജ്യത്തിനും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ലോകത്തൊരു പറവകൾക്കോ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചകൾക്കും ഉമ്മാന്റെ മുഖത്തെ പുഞ്ചിരിയോളം വാപ്പാന്റെ മുഖത്തുള്ള സമാധാനത്തോളം ആസ്വാദനം കൊടുക്കുന്ന ഒന്നും ലോകത്ത് മറ്റൊരാൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചിന്തിച്ചു നോക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റി. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മാതാപിതാക്കൾ, അവരോട് ഏറ്റവും നല്ല മര്യാദയിൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം പിതാവ് നഷ്ടപ്പെട്ടു, പിന്നീട് ജനിച്ചതിന് ശേഷം മാതാവും നഷ്ടപ്പെട്ടു, പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പോറ്റുമ്മ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന എളാപ്പ അബൂത്വാലിബിന്റെ ഭാര്യ. അബൂത്വാലിബിന്റെ ഭാര്യ അള്ളാഹുവിന്റെ റസൂലിനെ എടുത്തോണ്ട് പോകുന്നേ. റസൂലുള്ളാഹ്ക്ക് ആങ്ങളയില്ല, പ്രവാചകന് പെങ്ങന്മാരില്ല, ആരുമില്ലാത്ത റസൂലുള്ളാനെ ഒന്നും അറിയിക്കാതെ ഫാത്തിമ ബിൻത്ത് അസദ് വളർത്താൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മകനെ പോലെ ആ ഉമ്മ സ്നേഹിച്ചിട്ടുണ്ട്. അവസാനം ഫാത്തിമ ബിൻത്ത് അസദ് മരണപ്പെട്ടപ്പോ വഫാത്തായ ഫാത്തിമ ബിൻത്ത് അസദിന്റെ ഖബറിന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ റസൂല് കയറി ചെല്ലുന്ന രംഗണ്ട്. പെറ്റുമ്മയെ പോലെ പോറ്റുമ്മയെ പോലെ ചേർന്ന് നിന്ന് അലിയേക്കാൾ പരിഗണന തന്ന് തന്നെ നോക്കിയ ഫാത്തിമാന്റെ ഖബറിലേക്ക് ഇറങ്ങി റസൂലുള്ള 2 തവണ ഉരുണ്ടു. ആ മണ്ണ് കിടന്ന് റസൂല് 2 തവണ ഉരുണ്ടു. ആ ഖബറിന്റെ മുകളിലേക്ക് കയറി ആ ഖബറിന്റെ അരികിൽ കിടത്തിയ ഫാത്തിമ ബിൻത്ത് അസദിന്റെ മണ്ണില് മുഖത്തേക്ക് നോക്കി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ റബ്ബേ, ഫാത്തിമാക്ക് ഖബർ നീ സന്തോഷാക്കണേ നാഥാ. അലിക്ക് മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, അലിക്ക് മുൻപ് ഫാത്തിമ എന്നെ ഉറക്കിയിട്ടുണ്ട്, അലിക്ക് മുൻപ് ഫാത്തിമ എന്നെ വെട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്, അലിക്ക് മുൻപ് ഫാത്തിമ എന്നെ മടിയിലിരുത്തിയിട്ടുണ്ട്. സ്വന്തം മകൻ അലിയേക്കാൾ പ്രാണനെ പോലെ മകന്റെ സ്ഥാനത്ത് എന്നെ കണ്ട ഫാത്തിമാക്ക് ഖബർ നീ വെളുപ്പിച്ചുകണേ നാഥാ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക്
മക്കൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കടമയാ അവരെ സങ്കടപ്പെടുത്താതെ അവരുടെ മനസ്സ് നിറച്ച് ജീവിതത്തിൽ അവരെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷെ ഇന്ന് മെസ്സി ഏത് ക്ലബിലാന്ന് നമുക്കറിയാം. ഇന്ന് മറ്റുള്ളവൻ ഏത് ക്ലബിൽ എത്ര കോടിക്ക് കളിക്കുന്നു എന്നും നമുക്കറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോ എവിടെ, മെസ്സി എവിടെ, നെയ്മർ എവിടെ, ഇന്ന സിനിമയിൽ ആര്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ വാപ്പാന്റെ വേദനയെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? വാപ്പാന്റെ മരുന്നറിയോ നിങ്ങൾക്ക്? ഉമ്മാന്റെ സങ്കടങ്ങൾ അറിയോ നിങ്ങൾക്ക്? ഉമ്മാന്റെ വേദനകൾ അറിയോ നിങ്ങൾക്ക്? കൈയും കാലും വേദനിച്ചുകൊണ്ട് പകലന്തിയോളം സുബഹിന്റെ മുൻപേ എഴുന്നേറ്റ് ആവശ്യമുള്ള ഭക്ഷണപാത്രങ്ങൾ കൃത്യമാക്കി ഒരുക്കി തന്ന് ഒന്ന് ഇസ്തിരിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം ഒരുക്കി തന്ന് തന്റെ വേദനകളും സങ്കടങ്ങളും നിങ്ങളെ മുൻപിൽ പറയാത്ത ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ആ വേദനയെ പറ്റി ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് പല മക്കൾക്കും മാതാക്കളുടെ ജീവിതം ഭ്രാന്ത. അതുകൊണ്ടാ ചില ഉമ്മാരെ പറ്റിയിട്ട് മക്കൾ പറയാറില്ലേ, ഉമ്മക്ക് ഭ്രാന്ത, ഉമ്മക്ക് ഭ്രാന്ത എന്ന് ഉമ്മാനോട് പറയാറുണ്ട്. ഉമ്മാന്റെ വാക്കവർക്ക് ഭ്രാന്ത, ഉമ്മാന്റെ സംസാരം അവർക്ക് ഭ്രാന്ത. മോനെ അത് ചെയ്യല്ലേ, മോനെ ഫോൺ അവിടെ വെക്ക്, മോനെ ആ കൂട്ടുബന്ധം ഒഴിവാക്ക്, മോനെ പെൺകുട്ടികളെ നിങ്ങൾ അത് ചെയ്യല്ലേ, മോളെ അങ്ങനെ ജീവിക്കല്ലേ, മോളെ ഇനി അത് ഇട്ടിട്ട് പോവല്ലേ, മോളെ ഇനി ഇത് ഇട്ടിട്ട് പോ എന്നൊക്കെ പറയുമ്പോൾ ചില മക്കൾ പറയും ഉമ്മാക്ക് ഭ്രാന്ത, ഉമ്മക്ക് ഭ്രാന്തളകിയതാണ്. അതേ ഉമ്മാന്റെ വാക്കിനു വേണ്ടി നിങ്ങൾ കാത്തിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഉമ്മാന്റെ ശബ്ദം കേട്ടാൽ പ്രാണനെ പോലെ പുഞ്ചിരിച്ചൊരു കാലുണ്ടായിരുന്നു. മറ്റേതൊരുത്തനെടുത്താലും ഉമ്മാന്റെ ഒക്കത്തേക്ക് എത്തുമ്പോൾ മാത്രം ആ കുഞ്ഞി ചുണ്ടുകളെ കൊണ്ട് ഉമ്മാന്റെ ചുണ്ടുകൾ കടിച്ചു പറിച്ചൊരു കാലുണ്ടായിരുന്നു. ആ ഉമ്മാന്റെ ശബ്ദം കേട്ടുറങ്ങിയൊരു കാലുണ്ടായിരുന്നു. ആ ഉമ്മാന്റെ ശബ്ദത്തിനനുസരിച്ച് തുള്ളിയൊരു കാലുണ്ടായിരുന്നു. പക്ഷേ അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ, നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട സമയമാകുമ്പോ, വാപ്പയും ഉമ്മയും സംസാരിക്കുമ്പോ അത് വെറുപ്പായി കാണരുത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയേ മാതാപിതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ. ഉപ്പാന്റെ ക്ഷീണമറിയണം, ഉപ്പാന്റെ നൊമ്പരമറിയണം. ഒരു വാപ്പ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഞാനൊരു വാപ്പയായതുകൊണ്ട് പറയാ, എൻ്റെ മോൾ ഈ കൂട്ടത്തിൽ എവിടെയുണ്ട്. ഒരു മക്കളിൽ നിന്നും വാപ്പാരാഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ 1000 ഉറുപ്യ കൊണ്ടുത്തരണ്ട, അധ്വാനിച്ചത് 1000 ഉറുപ്യ 500 ഉറുപ്യ നിങ്ങൾക്ക് കൈമ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കൈമ കിട്ടിയ പൈസ വാപ്പാന്റെ ഉമ്മാന്റെ നേരെ നീട്ടുമ്പം അപ്പയും പറയാറെന്താ? മക്കളെ കൈമ തന്നെ എന്നോട്ടെ, എനക്കെന്തെങ്കിലും ആവശ്യം വരും. പക്ഷേ ആ ചോദ്യം, ആ അടുത്തിരിക്കൽ, എനിക്കിന്ന് ഇത്ര കിട്ടിയിട്ടുണ്ടുമ്മ, ഒരു 100 രൂപയുടെ, ഒരു 200 രൂപയുടെ ഒരു ചെറിയ നോട്ട് ഒരു ഉമ്മാന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത്, ഞാൻ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് അധ്വാനിച്ചതിൻ്റെതാ അമ്മ എന്ന് പറയുമ്പം കിട്ടുന്നൊരു അഭിമാന ബോധമുണ്ട്, ഒരു പരിഗണനയുണ്ട്. അതേ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അവരെ നിങ്ങൾ തലേക്കേറ്റണമെന്നൊന്നും അവർ പറയുന്നില്ല. അവരെ നിങ്ങൾ പൊന്നിട്ട് പൂജിക്കണമെന്നും പറയുന്നില്ല. ചെറുപ്പകാലത്തിൽ നിങ്ങളെ തോളിലെടുത്തതുപോലെ തോളിലെടുക്കണമെന്നും ഒരു വാപ്പയമ്മയും പറഞ്ഞിട്ടില്ല. മറിച്ചൊരു പരിഗണന, ആ വീട്ടിൽ നമുക്കായി ജീവിച്ചിരുന്ന ആ പരിഗണന ആ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇന്ന് പലപ്പോഴും ഖബർസ്ഥാനിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അങ്ങനെയാണല്ലോ, ഒരു ഖബർപ്പറമ്പിലേക്ക് ഒരു മയ്യത്തുസ്കാരത്തിന് പോകുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല. പക്ഷെ നാളെ മറ്റന്നാള് ആ പള്ളിക്കാട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ വാപ്പന്റെയും ഉമ്മന്റെയും ഖബറുണ്ടെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ പള്ളിക്കാട്ടിലെ ഏതോ ഒരു ഭാഗത്ത് സ്വന്തം ഉമ്മ മണ്ണിന്റെ അടിയിലുണ്ടെങ്കിൽ ആ പറമ്പ് ചവിട്ടുമ്പോൾ നമ്മളെ നെഞ്ചുപടയും. ആ പറമ്പിലേക്ക് കാലുവെക്കും വന്ന് നമ്മളെ നെഞ്ചുപടയും. ഒന്ന് മനസ്സമാധാനത്തോടെ കൈ പിടിക്കാൻ പോലും അവസരം കിട്ടാതെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു വാപ്പാന ഉമ്മാനെ ഓർത്ത് കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. നമ്മളൊക്കെ ഒരു ഉമ്മമാരാകുന്നത് നമ്മളെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മളെ മാതാവ്, നമ്മളെ പിതാവ് നമ്മളെ ജനിപ്പിച്ചതിന് ശേഷമാണ് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതം അവരും ജീവിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സമദാനി സാഹിബിനോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉമ്മാനെ പറ്റി ചോദിച്ചൊരു രംഗം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഉമ്മാനെ കുളിപ്പിച്ച് വീട്ടിന്റെ കൊലായിൽ കൊണ്ടുവച്ചു. കാരണവന്മാരാരോ 1-2 ആൾക്കാർ പറഞ്ഞു, മക്കൾക്ക് വേണേ ഒന്നും കൂടി കാണാൻ കൊടുക്കാന്ന്. നമ്മളോട് ചാണത് പറയുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം. തിരിച്ചു ചെല്ലുമ്പം വീട്ടിന്റെ ഉമ്മറത്ത് കാത്തിരിക്കേണ്ട ഉമ്മാക്ക് പകരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു ഉമ്മ മുറ്റത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു വാപ്പ കിടക്കുന്നുണ്ടെങ്കിൽ, പലപ്പോഴും കുളിപ്പിച്ചെഴുന്നേറ്റെടുത്തു കൊണ്ടുപോകുമ്പം ചില കുടുംബക്കാർ പറയും, മക്കൾക്കൊന്നുകൂടി കാണാനുള്ള അവസരം കൊടുക്കണം കേട്ടോ എന്ന്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ ഞാൻ എത്തി, ആ വെളുത്ത മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി,
അടഞ്ഞ കണ്ണുകൾക്ക് മുൻപിൽ നിർവികാരതയോടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ എൻ്റെ ഉമ്മാനെ നല്ലോണം നോക്കിയിട്ടുണ്ടോന്ന്. ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ ഉമ്മാനെ നിങ്ങൾ നല്ലോണം നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ വാപ്പ നിങ്ങൾ നല്ലോണം അറിഞ്ഞിട്ടുണ്ടോ? ഒരു മതിലാ വാപ്പ. ഇന്ന് നമ്മൾ പലതും അറിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ആ വൻമതിലിൽ തട്ടി പല പ്രതിസന്ധികളും നമ്മളിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും അറിയാറില്ല. ഒരു കരണ്ടിന്റെ ബില്ല് നമ്മൾ അടച്ചിട്ടില്ല, ഒരു വെള്ളത്തിന്റെ ബില്ല് നമ്മൾ അടച്ചിട്ടില്ല. എന്തിന്? താമസിക്കുന്ന റൂം എത്ര ഭംഗിയാക്കണമെന്ന് ചിന്തിക്കുന്ന മക്കളെ, കളിക്കാരന്റെയും അല്ലെങ്കിൽ സിനിമാ നടന്റെയും ഏതോ ചാനലുകാരന്റെയും പോസ്റ്ററുകൾ റൂമിന്റെ ഉള്ളിൽ ഒട്ടിച്ചു വെക്കുന്ന മക്കളെ, ആ വീട് ഈ ഭൂമിക്ക് മേലെ നിർമ്മിച്ചപ്പോ അതിന് പഞ്ചായത്ത് കൊടുക്കേണ്ട പൈസ എത്രയാന്ന് പോലും നിങ്ങൾക്ക് അറിയൂല. ഓരോ വാപ്പയും മാസത്ത് കൊണ്ടടിക്കുന്ന നികുതി എത്രയാന്ന് നിങ്ങൾക്ക് അറിയൂല. നിങ്ങൾക്ക് മുൻപിൽ ഒരു മതില് പോലെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന വാപ്പാന്റെ നേലില്ല ആ തണലിലാ നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാപ്പാന്റെ ക്ഷീണമറിയാത്ത മക്കൾ ഒന്നടുത്തേക്ക് വിളിച്ച്, ഒന്നുമില്ലെങ്കിലും അടുത്തിരുന്നൊരു സലാം പറഞ്ഞ് ഉപ്പാന്റെ കൈ പിടിച്ചു നോക്കുന്നൊരു മക്കള്. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മയ്യത്തിന്റെ അടുത്തുനിന്ന് ആൺകുട്ടീനോട് പറഞ്ഞു, ഇനി വാപ്പാക്കൊരു സലാം പറഞ്ഞാള് മരിച്ച് മയ്യത്തെടുക്കാൻ. വാപ്പാന്റെ മയ്യത്തിന് സലാം പറയാൻ ഉപ്പാന്റെ മയ്യത്തിന്റെ കൈ പിടിച്ചപ്പോ പറയാ കൂട്ടുകാരോട്, വാപ്പാന്റെ കയ്യുമ്മലൊക്കെ നല്ല തയമ്പുണ്ടായിനോന്ന്. എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ അതൊന്ന് പിടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ലേ? ആയുസ്സുള്ളപ്പോ ഇനി ഒന്ന് പിടിച്ചു നോക്കിയിട്ടില്ലേ? ഇപ്പോഴും പല റോട്ടുമ്പലും പല ജീവിതത്തിലും വേർപ്പ് പറ്റിച്ച് ജീവിക്കുന്ന ഒരു വാപ്പയെ അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് 10+, പിന്നെന്ത് ഡിഗ്രി, പിന്നെന്ത് ജോലി, പിന്നെന്ത് കൊട്ടാര സദൃശമായ വീട്, പിന്നെന്ത് പടപടാ പൊട്ടുന്ന ബുള്ളറ്റ്? ആ തിരിച്ചറിവാണ് നമ്മളിൽ നിന്ന് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ജീവിതം. ആ തിരിച്ചറിവോടുകൂടി ഒരു പൈതലിനെ പോലെ അവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവർ തന്ന സംരക്ഷണവും അവർ തന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാതയുമാണ് നമ്മൾ ഏറ്റവും വലിയ അഭിമാനം. ചിന്തിച്ചു നോക്കാറുണ്ട് ഞാനിങ്ങനെ വളരുക, പക്ഷെ എൻ്റെ അമ്മയും വാപ്പയൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇവിടെ നിന്നോട് ഓടാൻ പറഞ്ഞ ചുരുങ്ങിയതൊരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ ജംഗ്ഷനിലേക്ക് ഒരല്പം കിതപ്പോടുകൂടി ഓടാൻ പറ്റും. ഞാൻ ഇവിടുന്ന് ഓടി അവിടെ എത്തിയാലും ഒരു പക്ഷെ എൻ്റെ വാപ്പ ഈ പെട്ട് ഇറങ്ങിയിട്ടേ ഉണ്ടാവൂ. പക്ഷേ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ വാപ്പ ഓടിയതിൻ്റെ തോളിൽ വെച്ചിട്ടാണെങ്കിൽ ആ തിരിച്ചോടാൻ എനിക്ക് കഴിവുണ്ടാകുന്ന കാലത്തിൽ വാപ്പാനെ തോളിൽ വെച്ചിട്ടില്ലെങ്കിലും വാപ്പാനൊന്ന് കൈ പിടിക്കണം. നമ്മളെ ഇടത്തെ കയ്യിൽ ഭാര്യയുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും വലത്തെ കയ്യിൽ ഉമ്മാന്റെ കൈ ഉണ്ടാവണം. നമ്മൾ ഏത് ലക്ഷത്തിന്റെ കാറ് വാങ്ങിയാലും മുൻപിലത്തെ സീറ്റിൽ എൻ്റെ ഉമ്മയുണ്ടാവണം. നമ്മൾ ഏതൊക്കെ യാത്രക്കിറങ്ങിയാലും എത്ര കൊട്ടാരങ്ങൾ വെട്ടിപ്പിടിച്ചാലും കാലുവെക്കുന്നിടത്ത് നമ്മൾ ഉമ്മാന്റെ കാലുണ്ടാവണം. നമ്മൾ എത്ര ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലും ഉമ്മാന്റെ ഒരു ഉരുളക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. ആ തിരിച്ചറിവോടുകൂടി അവരെ നമുക്ക് ചേർത്ത് നിർത്താനും അവരെ നെഞ്ചോട് ചേർക്കാനും സാധിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു നല്ല മക്കളാവുന്നുള്ളൂ. ചേർത്ത് പിടിക്കണം. നമ്മളിൽ നിന്ന് അവരത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സദസ്സിലേക്ക് പോലും നിങ്ങളെ രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ സദസ്സ് നിങ്ങൾ 1000 രൂപ കൊണ്ടുചെല്ലുന്നുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല. ഈ സദസ്സിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും ഡിഗ്രി നേടി നിങ്ങൾ വലിയ കൊമ്പത്തൊന്നുള്ള വിശ്വാസം കൊണ്ടുമല്ല. മറിച്ച് നാളെ വയ്യാണ്ട് വീട്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾ നോക്കുന്നുള്ളൊരു പ്രതീക്ഷയില്ല, അത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയില്ല. കുടുംബത്തിൽ പലരെയും നോക്കാതെ അനുഭവിപ്പിക്കുമ്പോൾ എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുതേ എന്നൊരു പ്രതീക്ഷ കൊണ്ട നിങ്ങളെ ഇന്നും ഈ സദസ്സിലേക്ക് പോലും മാതാപിതാക്കൾ ജീവിതത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാനുള്ള കാരണം. സഹാബത്ത് പറയുന്നൊരു വാക്കുണ്ട്, മരിക്കുകയാണെങ്കിൽ ഉമ്മയുള്ളപ്പം മരിക്കണം, മരിക്കുകയാണെങ്കിൽ ഉമ്മയും വാപ്പയുള്ളപ്പം മരിക്കണം എന്ന്. അത് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുമല്ല. കാരണം ഒരു ഉമ്മാന്റെ പ്രാർത്ഥനയോളം പടച്ചോനെ അള്ളാന്റെ സ്വർഗത്തിലെത്തിക്കാൻ അള്ളാനെ പ്രേരിപ്പിക്കുന്നതൊന്നും ഈ ദുനിയാവിൽ വേറല്ല. ഒരു വാപ്പാന്റെ ഹൃദയത്തിന്റെ പെടച്ചിലിനോളം നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ ഈ ദുനിയാവിൽ വേറൊന്നുമില്ല. ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിച്ചോയ വാപ്പന്റെയും ഉമ്മന്റെയും ബേജാറ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഓരോ സെക്കൻഡിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ആ വാപ്പയമ്മയും പ്രാർത്ഥിക്കുന്നതും അത്രേ ഉള്ളൂ, പടച്ചോൻ എൻ്റെ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേന്ന്. കാരണം ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ആയുസ് തരുന്നതോടൊപ്പം തന്നെ എൻ്റെ മക്കൾക്ക് കുഞ്ഞ് ആയുസ് കൊടുക്കണേ നാഥാ. ഓനൊക്കെ എത്രയോ ജീവിക്കാനുണ്ട്, എത്രയോ സന്തോഷിക്കാനുണ്ട്, എത്രയോ കുടുംബങ്ങളിലേക്ക് ചെല്ലാനുണ്ട്, എത്രയോ ആളുകൾക്ക് സന്തോഷം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് മക്കളെ, ജീവിക്കുന്ന ഓരോ സെക്കൻഡും നമ്മൾ വലുതാകുന്നതോടൊപ്പം മാതാപിതാക്കളെ മുൻപിൽ നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കണം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ അവസാനത്തൊരു സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പട്ടിണി കിടക്കുകയാണ് എന്ന് ഫാത്തിമ ബീവി അറിയും. അന്നാണ് വീട്ടിലേക്ക് അലി റളിയല്ലാഹു അൻഹു ഒരു നല്ല റൊട്ടി കഷണം കൊണ്ടുവരുന്നത്. ആ റൊട്ടി കഷണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി അതിങ്ങനെ മുറിച്ചൊരു കഷണം എടുത്തിട്ട് ഫാത്തിമ ബീവി ഓടുക അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക്. ഓടിച്ചെന്നു നോക്കുമ്പം വാപ്പ റസൂലുള്ള കൈ ഇങ്ങനെ ഈത്തപ്പന ഓലയിൽ വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക. വാപ്പാന്റെ അരികിൽ ചെന്ന് പതുക്കെ തട്ടി വിളിച്ചിട്ട് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കിയിട്ട് ഫാത്തിമ ബീവി പറയും, ഉപ്പാ നിനക്കൊരു റൊട്ടി കിട്ടിയിട്ടുണ്ട്, അത് കിട്ടിയപ്പോൾ എനിക്ക് ഇങ്ങളെയാ ഉപ്പ ഓർമ്മ വന്ന്. അള്ളാഹുവിന്റെ റസൂൽ ആ റൊട്ടി ഇങ്ങനെ വാങ്ങുമ്പം അറിയാണ്ട് റസൂലിന്റെ കണ്ണ് നിറയും. ഫാത്തിമ ബീവിക്കും വാപ്പ നിങ്ങൾ എന്തിനാ കരഞ്ഞ്? റസൂലുള്ള റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പറയും, മോളെ ഫാത്തിമ, 3 ദിവസത്തിന് ശേഷം നിന്റെ വാപ്പക്ക് കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണമായത്. 3 ദിവസമായി മോളെ വാപ്പ പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്നിട്ടും ആ റൊട്ടിയിൽ നിന്ന് ആദ്യം ഒരു കഷണം അള്ളാന്റെ റസൂൽ മുറിച്ചെടുത്ത് വെച്ചത് ഫാത്തിമ ബീവിന്റെ വായില. ആ സ്നേഹമാണ് മക്കളെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലേ? പിന്നെ നമ്മൾ എന്തു മക്കളാ? ഇന്ന് പല മാതാപിതാക്കളും മക്കൾക്ക് വെറുപ്പാ. എന്തു പറഞ്ഞതിന്റെ പേരിൽ ഫോൺ ഓഫാക്കാൻ പറഞ്ഞു, ഇന്നോനെ കമ്പനി കൂട്ടരുത് എന്ന് പറഞ്ഞു, സ്കൂളിൽ പോകണം പഠിക്കണം എന്ന് പറഞ്ഞു. വെറുപ്പാ. പല ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ചില മക്കൾ പറയാറുണ്ട്, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായി നിങ്ങളെ മുൻപെന്ന്. ഞങ്ങൾക്ക് ഇനി അങ്ങ് കൊന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്. ഇതൊക്കെ ജയിക്കാനുള്ളൊരു വർത്താനാണെങ്കിലും തിരിച്ചു ചൊല്ലുമ്പം ആ വാപ്പമ്മന്റെ തണലില്ലെങ്കിലേ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. യത്തീംഖാനന്റെ 4 ചുമരുകൾക്കുള്ളിലോ ആരെങ്കിലും കൊണ്ടുത്തരുന്നതോ തിന്ന് ജീവിക്കേണ്ടി വരി, ഒരാവശ്യം പോലും പറയാൻ ഒരാളില്ലാതാവുകയും ചെയ്ത ഈ കാണുന്ന പവറും പത്രാസൊന്നും പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അതെത്ര വലുതായാലും ശരി, പിന്നെ നമുക്ക് ജീവിക്കാൻ വലിയ പാടായിരിക്കും. മാതാപിതാക്കൾ ജീവിതത്തിൽ ഇല്ലാതെ ജീവിക്കാന്ന് പറഞ്ഞ ഒരു വലിയ സങ്കട. ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ മുൻപ് അവർ മരിച്ചാലും ആഗ്രഹിക്കണം, അള്ളാന്റെ സ്വർഗത്തിൽ അവരോടൊപ്പം ഞാൻ ഉണ്ടാകൂന്ന്. ഉമ്മയും വാപ്പയും മരിച്ചതിന് ശേഷം കാണിക്കുന്നതല്ല സ്നേഹം. ഇന്ന് അങ്ങനെയാ ചില മക്കൾക്ക്. വാപ്പയും ഉമ്മയും മരിച്ചാൽ കാണാൻ ചില മക്കൾ പള്ളിയിൽ ഉസ്താദിനോട് ചോദിക്കും, വാപ്പാക്ക് വേണ്ടി 100 ചാക്ക് സിമന്റ് കൊടുക്കട്ടെ ഞാൻ പള്ളിക്ക്, ഉമ്മാക്ക് വേണ്ടി 100 ചാക്ക് അരി കൊടുക്കട്ടെ യത്തീംഖാനക്ക്, വാപ്പാന്റെ പേരിൽ ഞാൻ ഇന്ന പള്ളി ഉണ്ടാക്കട്ടെ എന്ന്. ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കയറി ചെന്ന് ഉപ്പാന്റെ അടുത്തിരുന്ന് കൈ പിടിച്ചൊരു സലാം പറയാൽ നിങ്ങൾ എത്ര കോടി കൊടുത്താലും ആ സലാമിന് പകരാവൂല. അതുകൊണ്ട് മരിച്ചിട്ട് വാങ്ങേണ്ടതല്ല സ്വർഗം, മരിച്ചിട്ടല്ല നമ്മൾ അള്ളാന്റെ മാതാപിതാക്കൾ. അള്ളാന്റെ മുൻപിൽ മാതാപിതാക്കളുടെ ക്വാളിറ്റി പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുമ്പോ പടച്ചോൻ ദുനിയാവ് തന്ന അനുഗ്രഹ നമ്മളെ മാതാപിതാക്കള്. ആ ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് തന്നെ അവരിലൂടെ അള്ളാന്റെ സ്വർഗത്തിൽ എത്താൻ പറ്റണം. അതിന് നമ്മൾ ക്ഷമിക്കേണ്ടി വരും. സഹാബാക്കളെ